ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് എഴുന്നേറ്റ് ലേറ്റ് ആയിപ്പോയേ. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് പാസ്ത ആക്കി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് പാസ്ത. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊന്നും കഴിച്ച വയറ് നിറയത്തില്ലേ. നമുക്ക് വല്ല പഴങ്കഞ്ഞിയോ ഇഡലിയോ ദോശയൊക്കെ കഴിച്ചാലേ വയറ് നിറയത്തോളെ. പിന്നെ പിള്ളേർക്ക് ഇഷ്ടമാണ് പഴങ്കഞ്ഞിയൊക്കെ കേട്ടോ. ഞങ്ങൾക്ക് പഴംചോറ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ പാസ്ത ഉണ്ടാക്കിയത്. പിള്ളേർക്ക് അങ്ങനെ ഒരു ഫുഡും അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല, അങ്ങനെ കൊടുക്കാതിരിക്കത്തൊന്നുമില്ല. എല്ലാ ഫുഡും അവരെ കൊണ്ട് കഴിപ്പിക്കുകയെ. കപ്പയും മീനും ചക്കയൊക്കെ ഉള്ളപ്പോഴാണ്, ചക്ക വേവിച്ചതൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ കൂടുതലും പഴങ്കഞ്ഞി കുടിക്കുന്നത്. അവർക്കും അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി കപ്പയും മീനും ചോറും തൈരും ഒക്കെ ഇട്ട് ഇളക്കി കൊടുക്കാമെങ്കിൽ അവർ കഴിച്ചോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. പിന്നെ ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് പെട്ടെന്ന് റെഡിയാക്കിയത്. ഇത് പാസ്ത വേവിക്കുന്ന സമയം മാത്രമേ ഇച്ചിരി പോകത്തുള്ളൂ. പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ പാസ്ത ആകാനായിട്ട്. പാസ്ത വെന്തതിന് ശേഷം ആ വെള്ളത്തിൽ നമ്മൾ ഊറ്റി മാറ്റി വെക്കുവേ. ആ വെള്ളം വേണ്ടവർക്ക് ആ വെള്ളം ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ആ വെള്ളം ആഡ് ചെയ്യുന്നിട്ട് ഞാൻ പാല് മിക്സ് ചെയ്തിട്ടാണ് പാസ്ത ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ട് ബട്ടർ ആഡ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിന് ബട്ടർ ഇടണേ. അതിനുശേഷം നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കണേ. മൈദയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ പാലോ അല്ലെങ്കിൽ പാസ്ത ഒഴിച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അത് ഒരു ക്രീം പരുവത്തിലാണ് കിട്ടുന്നത്. അതിനകത്തോട്ടാണ് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർക്കുന്നത്. പാസ്ത ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഒറിഗാനോയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്രെഡിനകത്തൊക്കെ ചേർക്കുന്ന ചീസ് ഇല്ലേ, അതും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി അവിടെ വെക്കുക. അത് കുറച്ച് നേരം ഒന്ന് ആ ചീസ് ഉരുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. പാസ്തയുടെ പണിയെ തുണി വാശിയായിട്ടുണ്ടായിരുന്നേ, അതും ഒന്ന് വെളിയിലോട്ട് വിരിച്ചിടാനായിട്ട് പോയേ. ഇനി ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി വരെ പോണേ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കേക്കിൻ്റെ ഐറ്റംസ് എടുക്കുന്നത്. അപ്പം കേക്ക് ഐറ്റം മേടിക്കാൻ പോണേ. അങ്ങനെ അമ്മയും മക്കളും എല്ലാവരും കൂടെ കേക്ക് ഐറ്റംസ് മേടിക്കാനായിട്ട് കേക്ക് കടയിൽ പോയതാണ്. ചെന്ന് മോള് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മോള് പറയണേ, ബാസ്ക്കറ്റിനകത്തൊന്നുമില്ല അമ്മ, എന്തെങ്കിലും പെറുക്കിയിടമ്മേ, വീഡിയോക്കകത്ത് കാണിക്കാനെങ്കിലും എന്തെങ്കിലും പെറുക്കിയിടമ്മേന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഈ സാധനങ്ങൾ ഞാൻ ബാസ്ക്കറ്റിൽ പെറുക്കിയിട്ട് ഞാൻ തന്നെ തിരിച്ച് വെക്കണ്ടേ എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ എല്ലാം ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിന് തുണി എടുക്കാനായിട്ട് പോയതാണ്, ഡ്രസ്സ് എടുക്കാൻ പോയേ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുന്നത്. പിന്നെ മോക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ, മോൻ എടുക്കുന്നില്ലേ. ചേച്ചിയുടെ ഡ്രസ്സ് അനിയനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് ഒരുമാതിരിപ്പെട്ട അങ്ങനെയൊന്നും ഇഷ്ടപ്പെടത്തില്ലേ. ഒരുപാട് ടൈം എടുത്തേ മോള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് കുഴിമന്തി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കുഴിമന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ഇതാണ് ഞങ്ങൾ വരുന്ന വഴിയെ. ഇപ്പം റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലത് ഹൈറ്റ് കൂട്ടിയാണ് ഇപ്പോൾ പണിയുന്നത്. കാരണം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് റോഡ് വെള്ളം കയറി കിടക്കുവേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കൊന്നും നടക്കത്തൊന്നുമില്ലേ. വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വെള്ളം കയറുന്നത്. അപ്പോൾ ഈ റോഡും ബ്ലോക്കാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനും പറ്റത്തില്ല. അത് കാരണം ഇപ്പം റോഡെല്ലാം ഉയർത്തി പണിഞ്ഞു തുടങ്ങി. രണ്ട് സൈഡും കല്ലുകൊണ്ട് കെട്ടിയിട്ട് പൊക്കിയാണ് പണിയുന്നത്. ഭാവിയിലോട്ട് ഇനി റോഡിലോട്ട് വെള്ളം കയറത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല, ഇവിടുത്തെ വെള്ളമല്ലേ, ചുറ്റും വെള്ളമാണ്. റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വെള്ളമാണ്.